നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണിത്. നല്ല മധുരക്കള്ള് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ മധുരക്കള്ള് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നെ കള്ള് കുടിക്കാൻ ഒരു മടി. ഭയം മൂലമാണ് കള്ളുകുടി അങ്ങ് അവസാനിച്ചത്. പനയിൽ നിന്നോ തെങ്ങിൽ നിന്നോ ചെത്തിയിറക്കുന്ന കള്ളാണെങ്കിൽ ഒരല്പം നുണയാം. ഷാപ്പിൽ നിന്ന് വാങ്ങുന്ന കള്ള് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. മാരക ലഹരി വസ്തുക്കൾ കലക്കിയാണ് മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ കള്ള് നിർമ്മാണം. ഇത് കുടിച്ചാൽ ആരോഗ്യം നശിക്കുമെന്ന് മാത്രമല്ല, സുബോധം താനെ നശിക്കും. ഒരു പതിറ്റാണ്ട് ഇടതുപക്ഷം കേരളം ഭരിച്ചു മുടിച്ചു. അവരാരും കള്ള് ഷാപ്പിലെ കള്ളിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ മെനക്കെട്ടില്ല. കള്ള് ഷാപ്പിൽ വിൽക്കുന്ന ഈ മാരക വിഷം നിയന്ത്രിക്കാൻ ഒട്ടും ശ്രമിച്ചില്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൽ വീശിയടിച്ചു. അതുമൊരു കൊടുങ്കാറ്റായി. ഓപ്പറേഷൻ തൂഫാന്റെ വിജയം പലരുടെയും കണ്ണു തുറപ്പിച്ചു. ഇതിനു പിന്നാലെ എക്സൈസ് അതിശക്തമായ ഒരു ഓപ്പറേഷന് തുടക്കമിട്ടു. ഓപ്പറേഷൻ ശുദ്ധി. എക്സൈസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് എത്രമാത്രം ഈ യജ്ഞം വിജയിപ്പിക്കാൻ കഴിയും എന്ന സംശയം എക്സൈസ് മന്ത്രിക്കുമുണ്ടാകാം. എന്നാൽ മറുവശത്ത് തൂഫാൻ കൊടുക്കാറ്റ് ആഞ്ഞു വീശുകയാണ്. പോലീസിനോട് കള്ളുഷാപ്പിൽ കയറി പരിശോധിക്കാനുള്ള ഉത്തരവ് എപ്പോൾ വേണമെങ്കിലും ആഭ്യന്തരമന്ത്രി കൊടുക്കാം. അത്തരമൊരു ഘട്ടത്തിൽ കള്ളുഷാപ്പുകളിലൊക്കെ വലിയ മാജിക്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസം കള്ള് കിട്ടാനില്ല എന്നത് തന്നെ. അതിനർത്ഥം വിഷക്കള്ള് ഉൽപ്പാദനത്തിലും വിതരണത്തിലുമൊക്കെ എവിടെയോ ഭയം വീണു തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാനത്തെ പ്രധാന കള്ളുൽപാദന കേന്ദ്രമാണ് പാലക്കാട് ചിറ്റൂര്. ചിറ്റൂരിൽ നിന്നാണ് മുഖ്യമായി കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലെ ഷാപ്പുകളിലേക്ക് കള്ള് പോകുന്നത്. തിരുവനന്തപുരവും കണ്ണൂരും ഒഴികെ 12 ജില്ലകളിലെ ഷാപ്പുകൾ ചിറ്റൂരിൽ നിന്നുള്ള കള്ളിനെയാണ് മുഖ്യമായി ആശ്രയിക്കുന്നത്. പ്രതിദിനം 2.5 ലക്ഷം ലിറ്റർ കള്ളാണ് ഇവിടെ നിന്ന് വിവിധ ജില്ലകളിലേക്ക് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇന്നലത്തെ ഉൽപ്പാദനം അവിടെ 1 ലക്ഷത്തിലും താഴെ, 80,000 ലിറ്റർ എന്നൊക്കെയാണ് കേൾക്കുന്നത്. പകുതിയിൽ വളരെ താഴെ. ഇതോടെ മറ്റ് ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്ന കള്ളിൻ്റെ അളവ് കുറഞ്ഞു. മറ്റ് ജില്ലകളിലൊക്കെ, പ്രത്യേകിച്ച് കോട്ടയം, തൃശ്ശൂർ ജില്ലകളിലൊക്കെ കള്ളിന് കടുത്ത ക്ഷാമം. മഴ കുറഞ്ഞതോടെ 1100 തോപ്പുകളിൽ 80%-ലും ജലസേചനവും മഴക്കാല പരിചരണവും പ്രതിസന്ധിയിലായി എന്നാണ് കള്ളുചെത്തുകാർ പറയുന്നത്. ഉൽപ്പാദനം കുറയാനുള്ള പ്രധാന കാരണം ഇതാണ് എന്ന് കള്ളുൽപാദകർ പറയുന്നു. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. വ്യാജക്കള്ള് നിർമ്മാണം ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞു. അതുകൊണ്ട് തന്നെ കള്ളിന് വലിയ ക്ഷാമം. ആവശ്യത്തിന് കള്ളെത്താത്തത് കള്ള് ഷാപ്പുകളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. മിക്കയിടങ്ങളിലും ലഭ്യമായ കള്ള് രാവിലെ 9 മണിക്ക് തന്നെ വിറ്റ് തീർന്നു. എക്സൈസ് വകുപ്പ് നൽകിയിരിക്കുന്ന അന്തർജില്ലാ പെർമിറ്റ് അനുസരിച്ച് ഒരു ഷാപ്പ് പ്രവർത്തിക്കാൻ കുറഞ്ഞത് 50 തെങ്ങുകളെങ്കിലും വേണം. 50 തെങ്ങുകളെങ്കിലും ചെത്താനുണ്ടെങ്കിൽ മാത്രമേ ഒരു കള്ള് ഷാപ്പിന് ലൈസൻസ് അനുവദിക്കാവൂ. ഇക്കഴിഞ്ഞ ദിവസം കുമരകത്തെ 900 ചിറ ഷാപ്പിൽ നടന്ന ദുരന്തം നമ്മൾ കേട്ടിരുന്നു. അവിടെ എത്തി മീൻ തലക്കറി കഴിച്ച ഒരാൾ ദാരുണമായി മരിച്ചു. കള്ളിൻ്റെ കുഴപ്പമാണോ എന്ന് തുടക്കത്തിൽ സംശയിച്ചിരുന്നു. ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം കൊച്ചിയിലൊരു ബിസിനസ്സുകാരനാണ്. പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ രാവിലെ കള്ള് ഷാപ്പിൽ ചെന്ന് 2 ഗ്ലാസ് കള്ളടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന കാർന്നോമാരെ ഓർക്കുന്നില്ലേ? അവരൊക്കെ എന്ത് ആരോഗ്യവാന്മാരായിരുന്നു. അന്നത്തെ തൊഴിലാളികളൊക്കെ 50 കിലോയുടെ ഒരു സിമൻറ്റ് ചാക്കൊക്കെ നിഷ്പ്രയാസം എടുത്ത് തലയിൽ വയ്ക്കും. എന്നാൽ ഇന്ന് എത്ര മലയാളികൾക്ക് അതിനുള്ള കരുത്തുണ്ട്? ഇന്ന് ഷാപ്പുകളിൽ നിന്ന് ഇറങ്ങുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണം. മിക്കവർക്കും മാരക രോഗം പിടിച്ചതുപോലെയാണ്. ഒട്ടും ആരോഗ്യമില്ല. ഇതിനർത്ഥം ഒന്നേ ഉള്ളൂ, അവിടെ വിൽക്കുന്നത് മാരകമായ വിഷമാണ്. ശരിയാണ്, 50 കിലോ ചാക്കൊക്കെ ഇന്ന് എടുക്കണമെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ വേണം. കേരളത്തിൽ കള്ള് ഷാപ്പുകളിൽ നിത്യേന എന്നോണം പോകുന്നവർ മാരക രോഗം പിടിപെട്ടതിന് സമാനമായാണ് ജീവിക്കുന്നത്. പലരും ആയുസ്സെത്താതെ മരിക്കുന്നു. പണ്ട് നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പനയുണ്ടായിരുന്നു. പിന്നീട് പന മൂടോടെ പറിച്ചെറിഞ്ഞു. സ്ഥലം പലതായി വീതിക്കപ്പെട്ടപ്പോൾ, റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷി ശക്തമായപ്പോൾ ഈ പന വളർത്തുക എന്നത് അത്ര ഗുണകരമല്ലാത്തൊരു സംഭവമായി. മാത്രവുമല്ല, ചെത്തുകാർക്ക് മാത്രമേ അതിൻ്റെ ഗുണം കിട്ടൂ. ഉടമയ്ക്ക് വലിയ ഗുണമൊന്നുമില്ല. തെങ്ങുകൾ ചെത്താൻ വളരെ ചുരുക്കം ചിലർ മാത്രമേ കൊടുക്കാറുള്ളൂ. ചെത്തുകാരെ കിട്ടാനില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഷാപ്പുണ്ട് എങ്കിലും ചെത്തുകാരില്ല, കള്ളില്ല. പുറമേ നിന്ന് കള്ളെത്തിയാൽ മാത്രമേ അവർക്ക് വിൽക്കാൻ കഴിയൂ. ഇത്തരം അവസരങ്ങളിൽ വളരെ വിദഗ്ധർ മിക്ക ഷാപ്പുകളിലും പ്രവർത്തിക്കുന്നു. അവർ നിമിഷ നേരം കൊണ്ട് കൃത്രിമ കള്ള് ഉണ്ടാക്കി കൊടുക്കും. കുറച്ച് സ്വാഭാവിക കള്ള് കിട്ടിയാൽ അതിനൊപ്പം കൃത്രിമ കള്ള് കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു പരുവമാക്കി
കള്ളുകുടിയൻ്റെ അണ്ണാക്കിലേക്ക് കൊടുക്കും. അതാണ് മിക്ക ഷാപ്പുകാരും ചെയ്യുന്നത്. ക്ലോറൽ ഹൈഡ്രേറ്റ് എന്ന ഒരു ലഹരി വസ്തുവുണ്ട്. ലഹരി തോന്നിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മയക്കുമരുന്നാണിത്. ഇത് കള്ളിൽ ചേർക്കുന്നത് ഗുരുതരമായ മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. കള്ളിന് മധുരം നൽകാൻ സാക്കറിൻ എന്ന ഒരു കൃത്രിമ മധുരം ഉപയോഗിക്കും. കള്ള് കേടുകൂടാതെ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാൻ ഒരു പദാർത്ഥമുണ്ട് മിക്ക ഷാപ്പുകാരുടെയും കയ്യിൽ, ബെൻസോയിക് ആസിഡ് ആൻഡ് സൾഫേറ്റാഷ്. കള്ള് പതഞ്ഞു പൊന്താനും നല്ല നുര ചേർന്ന് നിൽക്കാനുമൊക്കെ ഇത് ഉപയോഗിക്കുന്നു. കള്ള് പെട്ടെന്ന് പുളിപ്പിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത് ഈസ്റ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ് തുടങ്ങിയ സാധനങ്ങൾ, സിലോൺ പേസ്റ്റ് തുടങ്ങിയ മറ്റ് ചില പ്രയോഗങ്ങളുണ്ട് ഷാപ്പുകളിൽ. ഇതൊക്കെ കൃത്രിമ കള്ളുണ്ടാക്കാൻ അവരെ സഹായിക്കും. ഇത്തരം രാസവസ്തുക്കൾ അടങ്ങിയ കള്ളു കുടിച്ചാൽ അധികകാലമൊന്നും പിന്നെ ജീവിക്കേണ്ടി വരില്ല. ഇത്തരം വ്യാജ സ്പിരിറ്റിൻ്റെ സാന്നിധ്യം കാഴ്ചശക്തിയെ പരിമിതപ്പെടുത്തും. പിന്നീട് അന്ധതയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അവയവങ്ങളുടെ തകരാർ അത് പിന്നെ പരിഹരിക്കാനേ കഴിയില്ല. കരളും വൃക്കകളുമൊക്കെ വളരെ വേഗത്തിൽ പ്രവർത്തനരഹിതമാകും. രാസവസ്തുക്കളുടെ അളവ് കൂടിയാൽ മരണം നിങ്ങളെ ക്രമേണ ഇങ്ങനെ കാർന്നു തിന്നും. ഒടുവിൽ മരണം കയ്യെത്തി പിടിച്ച് കൊണ്ടുപോകുമ്പോഴേക്കും വളരെ വൈകിയിരിക്കും. കേരളത്തിൽ വ്യാജക്കള്ള് നിർമ്മിക്കുന്നതും വിൽക്കുന്നതുമൊക്കെ കഠിനമായ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. എന്നാൽ വ്യാജക്കള്ള് കണ്ടുപിടിക്കാൻ കൃത്യമായ പരിശോധന സംവിധാനങ്ങൾ ഇവിടെ കുറവാണ്. വ്യാജ മദ്യനിർമ്മാണത്തിന് അബ്കാരി നിയമപ്രകാരം വർഷങ്ങളോളം തടവ് ശിക്ഷയും വൻതുക പിഴയുമാണ് അത്തരം കുറ്റവാളികളെ കാത്തിരിക്കുന്നത്. പക്ഷേ അത്തരം ഒരു കേസെങ്കിലും ഇവിടെ ശിക്ഷിക്കപ്പെട്ടതായി നമുക്കറിയാമോ? മിക്ക ഷാപ്പുകളും വലിയ രാഷ്ട്രീയ നേതാക്കളുടെ ബിനാമികളാണ് നടത്തുന്നത്. അത്തരം ഷാപ്പുകളിലേക്ക് എക്സൈസ് ഏമാന്മാർക്കൊന്നും ഒന്ന് എത്തി നോക്കാൻ പോലും കഴിയില്ല. കാരണം അത്ര വലിയ സ്വാധീന ശക്തിയാണ്. ഇനി കുടിയന്മാരുടെ കാര്യം, ഒരിക്കൽ ഈ കൃത്രിമക്കള്ള് കുടിച്ചാൽ അതിന് അഡിക്ഷനായി മാറും. പിന്നീട് അത് കുടിക്കാതിരിക്കാൻ കഴിയില്ല. വിറയലും ഛർദിയും എന്ന് തുടങ്ങി കള്ളു കുടിച്ചില്ലെങ്കിൽ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ. ഒരു കാര്യം വ്യക്തമാണ്, കള്ള് ഷാപ്പുകളിൽ വിതരണം ചെയ്യുന്നത് ഗുണനിലവാരമുള്ള കള്ളാണ് എന്ന് ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഭരിക്കുന്ന സർക്കാർ മാത്രമാണ്. അക്കാര്യങ്ങളിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ജനങ്ങൾക്ക് കൂടി വന്നാൽ കള്ള് കുടിക്കാതിരിക്കാം, അത്രമാത്രം. എന്നാൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത വലിയൊരു തൊഴിലാളി വിഭാഗമുണ്ട്. അവർക്ക് ബിവറേജസിൽ ചെന്ന് വലിയ വില കൊടുത്ത് കുപ്പി വാങ്ങാനൊന്നും നിർവാഹമില്ല. ഒരു ഷാപ്പിൽ കടന്നു ചെന്ന് 2 കപ്പ് കള്ള് കുടിച്ചാൽ അന്നത്തേക്കുള്ള വകയായി. അത്തരം ആളുകളെ കൊന്നൊടുക്കുന്ന, ചൂഷണം ചെയ്യുന്ന ഈ കൊടിയ ക്രൂരത അവസാനിപ്പിച്ചേ തീരൂ. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാൻ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഇത്തരമൊരു യജ്ഞത്തിലാണ്. ആഭ്യന്തരമന്ത്രി അടിയന്തരമായി ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ രംഗത്തിറക്കി നമ്മുടെ ഷാപ്പുകളൊക്കെ ഒന്ന് വെടുപ്പാക്കണം. വലിയ ടൂറിസം പൊട്ടൻഷ്യലുള്ള ഒരു മേഖലയാണിത്. ഉത്തരവാദിത്വത്തോടെ നല്ല ഗുണനിലവാരമുള്ള കള്ള് വിതരണം ചെയ്താൽ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ 2 ഗ്ലാസ് കയറി കഴിച്ചു നോക്കും. അതിൻ്റെ ടേസ്റ്റ് പിടിച്ചാൽ ആ പാവങ്ങൾ പിന്നെയും എത്തും. എന്നാൽ അവരെ വിഷം കൊടുത്ത് കൊല്ലാനാണ് ശ്രമമെങ്കിൽ അവർ പെട്ടെന്ന് തിരിച്ചറിയും. സാധാരണ ജനം പോലും ഇപ്പോൾ ഷാപ്പുകളിൽ കിട്ടുന്ന കള്ളിനെ വിശ്വസിക്കുന്നില്ല. കൃഷിക്കാർക്ക് ഗുണമുണ്ടാക്കുന്ന തരത്തിൽ പന വളർത്തലും തെങ്ങ് വളർത്തലുമൊക്കെ പ്രോത്സാഹിപ്പിക്കുക. ചെത്തുകാരെ ശാസ്ത്രീയമായി പരിശീലിപ്പിക്കുക. നല്ല ഗുണനിലവാരമുള്ള കള്ള് ഷാപ്പുകളിൽ എത്തിക്കുക. അല്ലെങ്കിൽ അത് വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. മയക്കുമരുന്നിലേക്കും ലഹരിയിലേക്കുമൊക്കെ നമ്മുടെ യുവജനങ്ങൾ കൂപ്പുകുത്തുന്നത് തടയാൻ ഇതൊക്കെ അനിവാര്യമാണ്. വീര്യം കുറഞ്ഞ മദ്യം കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിൽ ലഭ്യമാക്കുന്നതും ഇത്തരത്തിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങൾ കൂട്ടത്തോടെ ചെന്ന് പെടുന്നത് മാരക ലഹരിയുടെ ലോകത്താവും. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങി വെറും ദിവസങ്ങൾക്കുള്ളിൽ 2914 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ എത്ര ഭയാനകമായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥയെന്ന് ഓർക്കുക. 3200ഓളം പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. അതും ലഹരി മരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ വിൽപ്പനയുടെ പേരിൽ. മറുവശത്ത് ലഹരി കിട്ടാതാവുന്നതോടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാത്തിരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ലഹരി ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ കൈയൊഴിയാനും പാടില്ല. അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ എത്രയും പെട്ടെന്ന് ആഭ്യന്തര വകുപ്പും ആരോഗ്യ വകുപ്പും ചേർന്ന് ആസൂത്രണം ചെയ്യണം. കേരളത്തിൽ മാറ്റത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് വീശുകയാണ്. അതുകൊണ്ട് തന്നെ അടിമുടി ഇവിടെ ഒന്ന് നന്നായി കാണാൻ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഷാപ്പുകൾ വെടുപ്പാക്കിയെടുക്കാനുള്ള ആർജവം ആഭ്യന്തരമന്ത്രിക്കും ഓപ്പറേഷൻ തൂഫാനിലെ പോലീസ് സേനയ്ക്കുമുണ്ട് എന്ന് വ്യക്തം. എക്സൈസ് തങ്ങളുടെ പതിവ് ശൈലിയിൽ നിന്ന് മാറി സത്യസന്ധതയോടെ ഒരു യജ്ഞം, ഒരു പദ്ധതിക്കിറങ്ങിയാൽ കൈയടിച്ച ജനം എക്സൈസ് വകുപ്പിനൊപ്പവും നിൽക്കും. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.